ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. അതിന് മുന്നേ എല്ലാവരും ഫോർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് എത്ര നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും നമുക്കതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ നമുക്കെന്തായാലും മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളായിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ വന്നിരുന്ന സമയത്ത്, അബുദാബി വന്ന സമയത്ത്, അതായത് 1-2 മാസം മുന്നേ വന്ന സമയത്ത്, ആദ്യമൊക്കെ വന്നപ്പം ഞാൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണോ വരുന്നത്, സെക്കൻഡ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ വിസിറ്റിങ്ങിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും വിസിറ്റിങ്ങിലാണ് കേട്ടോ. കാരണം നാട്ടിൽ പോയിട്ട് മോന് എക്സാമൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് ലീവായിട്ട് എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ലീവെന്ന് പറയുമ്പോൾ അവർ 15 ദിവസമേ ലീവ് തരത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ചോദിച്ചു, അപ്പോൾ തരത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ വിസിറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം 3 മാസമല്ല, 2 മാസമാണ്. അപ്പം ഈ ഒരു വിസിറ്റിങ് നമുക്ക് ഈ ഒരു 2 മാസം നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ലീവായിട്ട് തരത്തില്ല. അപ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്കൂളിൽ നിന്ന് TC ആയി പോകും. അപ്പോൾ ഇനി നമ്മൾ ചെന്നിട്ട് റീ അഡ്മിഷനും ഡൊണേഷനും ഒക്കെ ഫീസ് കൊടുത്തിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. അന്നേരം എന്തായാലും എക്സാം ടൈം ആവും, പിന്നെ എക്സാം എഴുതണം. അപ്പോൾ അതാണ്, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. പലർക്കും ഇത് തോന്നുമ്പോൾ, ഇത് ഈ പ്രവാസികളുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഞാൻ അതുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ പൈസ കളയാനാണ്, വേറൊരു പണിയില്ലേ, കൊച്ചിൻ്റെ പുറത്തം കളഞ്ഞിട്ട് ഇങ്ങനെ വരേണ്ട വല്ല ആവശ്യമുണ്ടോ, വെറുതെ പൈസ എന്തിനാണ് കളയുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവാസികളുടെ ഫാമിലിക്ക് മനസ്സിലാവും നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു ടൈമിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളിങ്ങനെ ഒരു കാര്യം ഇനിഷ്യൽ ടൈമിൽ ചെയ്തിരുന്നപ്പോൾ പലരും കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവരായിരിക്കും. നമ്മളങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മളങ്ങ് തളർന്നു പോകുമല്ലേ. അപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പോ എന്തെങ്കിലുമൊക്കെ എല്ലാവരോടും പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ എന്തായാലും നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് അല്ലേ. നമുക്കെപ്പോഴും പൈസ മാത്രമല്ല, നമുക്ക് ഒരുമിച്ചിരിക്കുക, നമുക്ക് ഒരു ബോണ്ടിങ് ഉണ്ട് ലൈഫിൽ അല്ലേ. ഒരു ഫാമിലിയിൽ ഉണ്ടാവേണ്ട കുറച്ച് ബോണ്ടിങ് ഉണ്ട്. അത് ഇങ്ങനെ ഈ ഡിസ്റ്റൻസിൽ തന്നെ എപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതിനെപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കാണുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വേണമെന്ന് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരേപോലെ തോന്നി. ഞങ്ങളിങ്ങനെ പോകുന്ന കാര്യം കുറേ നാളായിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെ പോകാനുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് എല്ലാം ശരിയായി കിട്ടിയത്. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഓടിപ്പിടിച്ചെല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും അങ്ങ് പറ്റുന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. അന്ന് വന്ന സമയത്ത് തണുപ്പായിരുന്നു, പക്ഷെ ഇത്രയും തണുപ്പില്ല. ഇത്തവണ എന്തോ റെക്കോർഡഡ് ആയിട്ടുള്ള തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ന്യൂസൊക്കെ വരുന്നത്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമുക്ക് എന്നെക്കൊണ്ട് തീരെ അല്ലെങ്കിൽ തന്നെ എനിക്ക് തണുപ്പ് പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഈ തണുപ്പ് വന്നിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയാൽ തലയിൽ ക്യാപ്പ് വയ്ക്കും, ഫുള്ള് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ വന്നിട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ പോയി എടുത്തു, മക്കൾക്കുള്ളതൊക്കെ ഞാൻ കൊണ്ടാണ് വന്നത്. പക്ഷേ ഇത്രയും ഒരു ക്ലൈമറ്റ് ആണെന്നുള്ളത് വിചാരിച്ചേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ദൈവമേ എത്രയും ഓടിപ്പോയാൽ മതി എന്നുള്ളൊരു ഫീലായിപ്പോയി. അങ്ങനത്തെ തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പായിരുന്നതല്ല, ഇപ്പോഴുമാണ്. അപ്പോൾ പല ദിവസങ്ങളിലും അത് കൂടി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര കാറ്റ് വരും, ഭയങ്കര പൊടിക്കാറ്റ്, ഇതൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടൊക്കെ വെളുപ്പിനൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. ഈവനിങ് ടൈമിലൊക്കെ ഇറങ്ങി നടക്കും. പക്ഷേ ഇപ്പോഴതൊന്നും പറ്റത്തില്ല. അത്രയും വിറയ്ക്കുന്ന ഒരു തണുപ്പാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ചെയ്യും എന്നുള്ളത് ഒരു പിടിയില്ല. അപ്പോൾ വെളുപ്പിനെ എഴുന്നേക്കാനോ രാവിലെ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ എഴുന്നേക്കുന്ന പോലെ 5 മണിക്ക് 6 മണിക്ക് എഴുന്നേക്കേണ്ട കാര്യമില്ല. കുറച്ചും കൂടി ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേക്കുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു രീതിയിൽ പോലും എനിക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലേറ്റാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റ് തീരെ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹൗസ് ഷിഫ്റ്റിങ് വന്നപ്പം ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ താമസിച്ചെടുത്ത് നടക്കാനൊക്കെ ഇച്ചിരി സ്പേസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരുന്ന സ്ഥലത്ത് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ ദൈവം കാണിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് അടുത്ത സ്ഥലത്ത് വന്നു. നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വൈഫൈ ഇല്ല. അപ്പോൾ എനിക്കത് ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു. എന്നേക്കാൾ ഉപരി മക്കൾക്ക്, അവർക്ക് TV ഇല്ല, കാർട്ടൂൺസ് കാണാനില്ല, അവർക്ക് എൻഗേജ്ഡ് ആയിട്ടൊന്നുമില്ല, പുറത്തിറങ്ങി കളിക്കാനായിട്ട് ക്ലൈമറ്റ് ഒട്ടും ഓക്കെ അല്ല.
അപ്പോൾ ഇങ്ങനെ കുറേ ദിവസങ്ങളിൽ അങ്ങ് പോയി അപ്പോൾ ഡേ ബൈ ഡേ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം എനിക്ക് നെറ്റില്ലാതെ എന്തായാലും പറ്റത്തില്ല. കാരണം എനിക്ക് നമ്മുടെ ഈ ചാനലിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ ചാനലുണ്ട്, പിന്നെ എനിക്ക് ബിസിനസ് ഉണ്ട്, അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നെറ്റില്ലാതെ ആകുക എന്നൊക്കെ പറയുമ്പം നമ്മളെ ടോട്ടലി ഇതൊക്കെ ബാധിക്കും. അപ്പം ഞാൻ ഓർത്തു 1-2 ദിവസമൊക്കെ പോട്ടെ, സാരമില്ല. ഞാനപ്പോൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാറി നിൽക്കുമ്പം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻഗേജിലാവാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി, 10 ദിവസമായി, എന്നിട്ടും കണക്ഷൻ വന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പല രീതിയിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിൻഡോ പോലും ഇല്ല, ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വീടുകളാണ്. മക്കളെ പുറത്ത് കളിക്കാനായിട്ട് വിടാൻ പറ്റുമല്ല. അതിൻ്റെ ഇടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ അത്രയും ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു തവണ എല്ലാവർക്കും ജലദോഷം അങ്ങനെയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ സ്റ്റിൽ ഇത് നെറ്റ് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമായി. ഞാൻ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് ഇത് തന്നെയാണ് ചിന്തിച്ചിരുന്ന് ഭയങ്കര വിഷമമാകാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വേറെ ഒരു ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി. അതിനകത്ത് പക്ഷേ നമുക്ക് 1 GB എന്തോ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ നെറ്റ്, 1-2 GB. പിന്നെ അത് 2 GB ആയി. പക്ഷേ അത് നമ്മളൊരു 2 റീൽസോ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ കാര്യം കഴിയും. അപ്പം എനിക്കത് പിന്നെയും ഭയങ്കര ടെൻഷൻ. ഞാൻ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് എൻ്റെ കിച്ചുവേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. കിച്ചുവേട്ടൻ ഒരു സജഷൻ പറഞ്ഞു, നീ എങ്കിലും എൻ്റെ കൂടെ ഓഫീസിൽ വാ, നമുക്കവിടെ ഇരുന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 1-2 ഓഫീസിൽ കിച്ചുവേട്ടൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഇവിടെ ചോറിനാൻ വരും. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഞാനും പിള്ളേരുമായിട്ട് ഓഫീസിൽ പോയിരുന്നിട്ട് അവിടെ അത് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വരുമ്പോഴൊക്കെ ലേറ്റ് ആവും. പക്ഷേ അതും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഡെയിലി പറ്റത്തില്ല എന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ തീരെ ചെറുതല്ലേ. അപ്പം അതും ഇതായി. അപ്പം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ പോയാൽ പറ്റുള്ളൂ. നമ്മളപ്പോൾ ഓണറോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കുക, റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ പോയേ പറ്റുള്ളൂ. ചിലപ്പം 10 എന്നുള്ളത് ചിലപ്പോൾ 20 ദിവസം ആയേക്കാം. അപ്പം ഞാനിങ്ങനെ ഓവറായിട്ട് ഇന്ന് ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവുന്നു. അത് ആ അസ്വസ്ഥതകൾ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പിന്നെ ഓരോ ടെൻഷൻസാണ്. എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, എൻ്റെ ടെൻഷൻസ് എൻ്റെ പല മേഖലയിൽ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പതുക്കെ ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി, നമുക്ക് എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ പോയേ പറ്റുള്ളൂ. ആ ഒരു ദിവസം നമുക്കിത് വേറെ എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സമയം ഇങ്ങനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക എന്നും പറഞ്ഞു ഞാൻ എന്നെ തന്നെ കൂൾ ഡൗൺ ആക്കി. എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് പുള്ളിയാണ് ഈ ഒരു സജഷൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓഫീസിലോട്ട് പോകുന്നത്. ഓഫീസിലോട്ട് പോയി പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അവിടെയൊക്കെ വൈഫൈ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചീട്ട് എടുക്കുമല്ലോ, ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ എടുക്കുമല്ലോ, അതെടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് തരുമ്പം അവിടുത്തെ ഹോസ്പിറ്റലിലെ വൈഫൈയുടെ ID നമുക്ക് തരും. അപ്പം നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെയുള്ള വിസിറ്റിങ്ങിന് പോകുമ്പോൾ എന്ന് വെച്ചാൽ എവിടെ പോയാലും അവിടെ വൈഫൈ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പം ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇതില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ സമയത്ത് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഓഫീസിൽ പോകും. അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ ഇത് നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വൈഫൈ അങ്ങ് കിട്ടി. അപ്പോൾ ഞാൻ അത്രയും ദിവസം അനുഭവിച്ച ഒരു മെൻ്റൽ ടെൻഷൻ, അതിലുപരി മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവർക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ ഫോൺ കൊടുക്കാറില്ല. ഫോൺ കണ്ട് അത് ഞാൻ നിർത്തിച്ചതാണ് കേട്ടോ. അവർക്ക് ഫോൺ അഡിക്ഷനേ ഉണ്ടായിരുന്നു. അഡിക്ഷൻ എന്നുള്ളതൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും ഫോൺ കാണും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം TV ഇല്ലാതായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു അത്. TV ഇല്ലല്ലോ, അതായത് വൈഫൈ ഇല്ല. അപ്പോൾ അവരുണ്ടല്ലോ ഫോൺ എടുത്തിട്ട് അപ്പോൾ തന്നെ ഫോൺ കാണാൻ തുടങ്ങും. ഫോണിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഇങ്ങനെ ലോക്കാക്കി വെച്ചാലും അതിനകത്ത് ഗെയിംസ് വരും. അപ്പോൾ ആ ഗെയിംസ് എടുത്ത് കാണാൻ തുടങ്ങി. അങ്ങനെ അതിനകത്ത് അങ്ങ് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഫോൺ ചോദിച്ചാലും തരത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് അതും ടെൻഷനായി. ദൈവമേ, ഇനി TV വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഫോണിനകത്തിരിക്കുമോ? ഞാൻ ഒരുവിധം അത് മാറ്റിയെടുത്തത്, ഫോൺ കൊടുക്കത്തേ ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ അമ്മമാർ ഫോൺ അല്ലെങ്കിൽ പേരൻസ് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് കുറച്ചാൽ മക്കളും അത് കുറയ്ക്കും. അത് എക്സ്പീരിയൻസ് ചെയ്തവരാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തു. അപ്പോൾ ഈ പിള്ളേരിങ്ങനെ ഫോൺ നോക്കുന്നതാണ്. അപ്പോൾ അതും എനിക്ക് ടെൻഷനായി. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നിരുന്ന് ചിന്തകൾ അങ്ങ് പോകും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഓഫീസിൽ പോയി അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നല്ലൊരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ നോക്കി. അതങ്ങനെ കൊണ്ടുപോയി. ആൻഡ് ഞാൻ അഫർമേഷൻ എഴുതുമായിരുന്നു. എനിക്ക് വൈഫൈ കിട്ടിയതിന് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നും ഞാൻ എഴുതുമായിരുന്നു.
എന്നും എഴുതുമായിരുന്നു. സംടൈംസ് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്രയും ദിവസമാണ് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്താണ്. പിന്നെ എന്നും ഈ ഉച്ചയ്ക്ക് ഓഫീസിൽ പോയിരുന്നിട്ട് നമ്മൾ രാത്രി ഒത്തിരി ലേറ്റ് ആവും വരുമ്പോൾ, അത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കോൾഡ് ആവും, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ്. അമ്മയല്ലേ, നമ്മളപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം വൈഫൈ കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ പോലും വിചാരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം വൈഫൈ കിട്ടി. നമുക്കിവിടെ റൂട്ടറും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കേബിൾ മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. നമ്മളത് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കണക്ട് ചെയ്യാൻ വേറെ ആളെ വിളിക്കണം അങ്ങനെയൊക്കെയാണ്. ഇല്ല, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് റെഡിയായി. ഒരു 10 മിനിറ്റ് കൊണ്ട് ശരിയായ ഒരു കാര്യമായിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമേ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി TV ഓണാക്കിയിട്ട് മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസാണ് വെച്ച് കൊടുത്തത്. അവരിതേവരെ പിന്നെ ഫോൺ എടുത്തിട്ടേ ഇല്ല കേട്ടോ. കാരണം അവരങ്ങനെ അവർക്ക് ഫുഡ് കഴിക്കുമ്പോഴോ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ കാർട്ടൂൺസ് മാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും ഈ ക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനെയുള്ള ഫിലിംസും ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാനുള്ളതൊക്കെ വെച്ച് കൊടുക്കും. അപ്പം ഞാൻ ആദ്യമേ അതാണ് ഞാൻ ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. മക്കൾ അതിലുപരി ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാം. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ അതായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വൈഫൈ ഇല്ല, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സംബന്ധമായിട്ട് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്നെ ഇതെന്തായാലും അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇൻകം കൂടിയാണത്. അപ്പോൾ എന്നെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആ ഒരു സെയിം ഫീല് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഓരോ രീതിയിലായിരിക്കും. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ സ്റ്റക്കായി പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. ചിലപ്പം അത് ശരിയായി കിട്ടാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. ഒന്നും ഒറ്റ ദിവസം കൊണ്ട് സോൾവായി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് സോൾവായി കിട്ടത്തില്ല. ഇത് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ, ഒത്തിരി വലിയ പ്രശ്നങ്ങൾ എൻ്റെ കൈ കുഞ്ഞായിട്ടിരുന്ന സമയത്തും ഈവൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഇതിനപ്പുറം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും അല്ല എന്ന് തോന്നും. ഞാൻ ആ ഒരു ഫേസൊക്കെ തരണം ചെയ്ത് വന്നല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ അതൊന്നും ഞാനിവിടെ ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയും വളരെ വളരെ വേഴ്സ്റ്റ് സിറ്റുവേഷനായിരുന്നു ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഫേസ് ചെയ്തിട്ടുള്ളതും. അപ്പം നമ്മൾ വിചാരിക്കുക, നമ്മൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തരും. നമ്മുടെ ലൈഫിൽ അത് എല്ലാവർക്കും തരുന്നതാണ്. പക്ഷെ അത് ഒരിക്കലും കണ്ടിന്യൂ ചെയ്ത് പോവില്ല. ഇത് കടന്നു പോകും. നമ്മൾ ഈ ഒരു ഫേസ് കഴിഞ്ഞ് പോകും. ഓരോ ഫേസ് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മൾ കൂടുതൽ ശക്തരായിക്കൊണ്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ ആ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മൾ സ്വയം ഒന്ന് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ വിചാരിക്കുക നമ്മളിത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു കാര്യം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്നെങ്കിൽ പോലും ഞാനിത് വിചാരിച്ചത് അത്രയേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്കിത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ആദ്യമത്തെ ഭയങ്കര തണുപ്പത്ത് എനിക്കൊന്നിനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ ഈ ജാക്കറ്റൊന്നും ഇടാതെ, ഒരു ജാക്കറ്റോ ഇതൊന്നും ഇടാതെ ചുമ്മാ ഈ തണുപ്പം കൊണ്ട് ഒന്ന് നടന്നാലോ എന്ന്. അത് എൻ്റെ ബോഡിക്ക് ആ ഒരു തണുപ്പിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് എനിക്ക്. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഞാനങ്ങനെ നമ്മുടെ ഇവിടെ നമുക്ക് ഒരു ഹാള് പോലെയുണ്ട്. ഞാൻ അവിടെ പോയി തണുപ്പത്ത് കഥയൊക്കെ തുറന്നിട്ട് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കും. മക്കളും ഉണ്ടാകും. പക്ഷേ അവരെ ഫുൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടേ ഞാൻ വിടുകയുള്ളൂ. എനിക്ക് അതുമായിട്ട് റെഡി ആവണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജലദോഷം വന്നു, നല്ല ത്രോട്ട് പെയിൻ വന്നു. പക്ഷേ പതുക്കെ ഞാനിങ്ങനെ പോകും തോറും എനിക്ക് ആ തണുപ്പിനെ പറ്റും, അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അല്ലാതെ എനിക്ക് ഒട്ടും സഹിക്കാൻ മേല, ഞാൻ പുറത്തിറങ്ങത്തില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറി. അപ്പോൾ നമ്മളത് ഫേസ് ചെയ്യുക. നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളതിനെ ഫേസ് ചെയ്യുക. മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ നല്ലൊരു ദിവസങ്ങളങ്ങ് പോയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ഫേസ് ചെയ്യാമായിരുന്നു പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു എന്ത് കാര്യം വന്നാലും ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്ത് നോക്കുക. മാറിയിരിക്കേണ്ട, ഫേസ് ചെയ്യുക. ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യൂട്യൂബിൽ ഒരു യൂട്യൂബറെ മോശമായിട്ട് കമൻ്റ് ഇട്ട ഒരു സ്ത്രീയെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കടയിലൊക്കെ ചെന്നിട്ട് ആ യൂട്യൂബേഴ്സ് നല്ല മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നമ്മുടെ ഇൻസ്റ്റയിൽ കുറേ റീൽസ് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആ ഒരു ഏജിലുള്ള കുറച്ച് സ്ത്രീകളുണ്ട്, ഒരു 45, 50, 60 അങ്ങനെ ആ ഒരു ഏജിൽ പരദൂഷണം മാത്രമായിരിക്കും അവരുടെ മെയിനായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്.
എന്തോ ചില ആൾക്കാർ അതൊരു എൻ്റർടൈൻമെൻ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. പക്ഷേ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് ബാധിക്കപ്പെടുന്ന പലരും ഉണ്ട്. ഇത് നമ്മൾ പലരും നമ്മുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്താലും ഇതുപോലുള്ള പരദൂഷണങ്ങൾ കൊണ്ട് നമ്മളെയൊക്കെ അവർ ചെയ്യുമ്പോൾ അങ്ങ് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഇത് നമ്മളെ തിരിച്ച് ബാധിക്കുന്നവരെ ഏത് രീതിയിൽ അത് ബാധിക്കുന്നുള്ളത് അവരാരും ചിന്തിക്കുകയില്ല. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നാക്ക് വെച്ചല്ലേ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അങ്ങ് വിട്ട് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട മറുപടി അങ്ങ് കൊടുത്തേക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കും തോറും ചിലപ്പോൾ ഇവരുടെ ഈ ഒരു ജോലി കൃത്യമായിട്ട് അങ്ങ് ചെയ്ത് കൊണ്ടുപോകും. ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് അങ്ങ് ചെയ്ത് കൊണ്ടുപോകും. അപ്പം നമ്മളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊരു കാര്യം ആരെങ്കിലും സ്പ്രെഡ് ചെയ്യുകയെന്നുണ്ടെന്ന് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫലം എപ്പോഴെങ്കിലും യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചശക്തി കൊടുക്കുമെന്ന് തന്നെ വിചാരിക്കുക. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല ആർക്കും. നല്ല ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്ന വർത്തമാനത്തിലൊക്കെ കുറച്ച് നന്മയുണ്ടാവണം. എപ്പോഴും ഈ പരദോഷവും കുറ്റവും കുറവുകളും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാർക്ക് ദൈവം ഒരു നന്മയും കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം മാക്സിമം ഒഴിവാക്കണം. പിന്നെ എന്ത് പ്രശ്നം വന്നാലും നമുക്കതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം മനസ്സിലെപ്പോഴും ഉറപ്പിക്കുക. എന്നിട്ട് അത് ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും എന്ത് കാണാനും അതിന് എത്ര നമുക്ക് ഇച്ചിരി കൂടെ എങ്ങനെ ഒരു ബെറ്റർ ആയിട്ട് നമുക്കതിനെ ഫേസ് ചെയ്യാം എന്നുള്ള രീതി ഒന്ന് പ്ലാൻ ചെയ്യുക. നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ ആ ദിവസം അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഇങ്ങനെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്നപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടിരുന്നാലും എനിക്ക് ഒരു 3-4 മിനിറ്റിൽ കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ചിന്ത വരും, എൻ്റെ ദൈവമേ എപ്പോൾ വൈഫൈ വരും, എനിക്കെപ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, മക്കൾക്ക് അവരും ഭയങ്കര ഡൗണാണ്, എന്നെ ചെയ്യും, അങ്ങനെയൊക്കെ ചിന്തകൾ വരുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഈ ഒരു ടൈം കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങി. കാരണം ഞാനിവിടെ ഡൗൺ ആയിട്ടിരുന്നാൽ അവർ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവുക. അപ്പം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, പടം വരച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ അവരോട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം അവരുടെ ആ ഒരു ബോറടി മാറി. അപ്പം ഞാൻ മാറിയപ്പം കുറേ കാര്യങ്ങൾ അവിടെ മാറി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ചിന്താഗതി, നമ്മളുടെ രീതികളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ലൈഫിലും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. എന്ത് വന്നാലും ഫേസ് ചെയ്യുക. അയ്യോ എനിക്കിത് പറ്റത്തില്ല പേടിച്ചിട്ട് ഒരാളെയും പേടിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പേടിക്കേണ്ടതില്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുകയോ അവരെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ മാന്യത. ഇത് കാണിക്കാത്ത കുറേ മാന്യത ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ വിചാരം അവരാണ് ഏറ്റവും വലിയ മാന്യന്മാരാണെന്നുള്ളതാണ്. പക്ഷെ അല്ല. നമ്മളെപ്പോഴും നമ്മുടെ ഒരു മനസാക്ഷിക്ക് എപ്പോഴും ജെന്യുവനായിട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എന്ത് വിഷമം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഫേസ് ചെയ്യാനായിട്ട് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിചാരിക്കാം നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം ഒന്ന് ഫേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ലൈഫിലൊരു കാര്യമാണ്, നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള മെത്തേഡ്സ് എന്താണെന്ന് ആലോചിക്കുക. അല്ലാതെ ഇങ്ങനെ വന്നു പോയല്ലോ എന്നോർത്ത് കരഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡൗൺ ആയി പോകത്തേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നല്ല നല്ല ചാൻസസ് ഉണ്ടായിരിക്കാം. നമ്മളിങ്ങനെ ഇരുന്ന് പോകുന്നത് കൊണ്ട് നമ്മളത് കാണാതെ പോകുന്നതായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കരുത്. ഇന്ന് വരെ നിങ്ങൾ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേക്കപ്പ്, എന്നിട്ട് ഒന്ന് റിഫ്രഷായിട്ട് കുറച്ചൊന്ന് ആക്റ്റീവായി ചിന്തിക്കുക. നമുക്കിങ്ങനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫിൽ എന്നുള്ളത് ഒന്ന് റീതിങ്ക് ചെയ്യുക. 2025 ആയില്ലേ, നമ്മുടെ ലൈഫിനെ റീകറക്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇങ്ങനെ കരഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ മാറ്റാനായിട്ട് ഇനി ആരും പറന്നു വരാനൊന്നും പോകുന്നില്ല. നമ്മുടെ ലൈഫിനെ മാറ്റാൻ നമുക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത് തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.